ACYM തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന യുവജന മതബോധന ഗ്രന്ഥ പഠന പരമ്പര യുക്യാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും നമ്മോട് സംവദിക്കാനും ഒപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തായും ദൈവശാസ്ത്ര പണ്ഡിതനും യുവജനങ്ങളുടെ സ്നേഹിതനും വഴികാട്ടിയുമായ അഭിമന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. അഭിമന്യ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമ്മോട് സംവദിക്കാൻ തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഫൊറോനയിലെ വിവിധ ഇടവകകളിൽ നിന്നുമായി യുവജനങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാ യുവജന സുഹൃത്തുക്കളെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബൈബിളിലെ പുതിയ നിയമ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം നടത്തിയത്. തുടർന്ന് ബൈബിളും നമ്മുടെ വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും എപ്രകാരം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും നാം ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവേ, ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഏലീശയാണ് ആദ്യത്തെ ചോദ്യമായിട്ട് നമ്മോടൊപ്പമായിരിക്കുന്നത്. പിതാവിനോട് ചോദ്യം ചോദിക്കാം. പിതാവേ, എൻ്റെ പേര് എലീശ്വ. വിശ്വാസത്തെ പറ്റി പിതാവ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചിരുന്നുവല്ലോ. ദൈവവിശ്വാസത്തെ വിശദീകരിക്കാൻ ഇത്രയേറെ നിർവചനങ്ങൾ നമുക്ക് ആവശ്യമാണോ? യെസ്, ഏലീശ്വ പുണ്യവതിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു ഏലീശ്വയെ ഞാൻ നേരിട്ട് ആദ്യമായി കാണുന്നത് ഇപ്പോഴാണ്. വിശ്വാസത്തെക്കുറിച്ചാണ് ഏലീശ്വ ചോദിക്കുന്നത് അല്ലേ? ഏലീശ്വ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കേണ്ട ആൾ തന്നെയാണ്. ബൈബിളിൽ വിശ്വാസത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം നടത്തുന്നത് എലീശ പുണ്യവതിയാണ്. വിശ്വസിച്ചവൾ ഭാഗ്യവതി അല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? അതെ. ആരോടാ പറഞ്ഞേ? പരിശുദ്ധ കന്യകാമറിയത്തോട്. പരിശുദ്ധ കന്യകാമറിയത്തോട് എലീശ പുണ്യവതി പറഞ്ഞു, വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വസിക്കാത്ത ഒരുത്തൻ വീട്ടിലിരിപ്പുണ്ട്. ആരാണ്? സക്കറിയ. വിശ്വസിക്കാതിരുന്ന് വന്ന് ഊമനായിരിപ്പുണ്ട്. വിശ്വസിക്കാത്തവരെല്ലാം ഊമന്മാരായിപ്പോകും. വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ സാക്ഷികളായി മാറും. ഏതാണെങ്കിലും വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞ ഏലീശ്വയെ അനുകരിച്ച് വിശ്വാസത്തെക്കുറിച്ചാണ് ഏലീശ്വയും ചോദിച്ചത്. ഏലീശ്വ ചോദിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒത്തിരി നിർവചനങ്ങളെക്കുറിച്ചാണ് അല്ലേ? അതെ. വിശ്വാസത്തെക്കുറിച്ച് വളരെ ദീർഘമായ നിർവചനങ്ങൾ, ഒരു 5-8 നിർവചനങ്ങൾ വാസ്തവത്തിൽ യുക്യാറ്റിൽ നൽകുന്നുണ്ട് അല്ലേ? അത് എത്രാമത്തെ ഖണ്ഡികയിലാണെന്ന് വെച്ചാൽ ഓർക്കുന്നുണ്ടോ? ഈ യുക്യാറ്റിൻ്റെ ആരംഭ ഭാഗത്ത് അതാണ് എലീശായുടെ ചോദ്യത്തിന് ആധാരം. ആ ഖണ്ഡികയാണ് അല്ലേ? അതിലെ വിവിധ നിർവചനങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛൻ ആ നിർവചനങ്ങളൊന്ന് ഓരോന്നോരോന്നായി പറഞ്ഞാൽ അത് പറയാൻ എളുപ്പമാണ്. പിതാവേ, 21-ാമത്തെ ഖണ്ഡികയിൽ വിശ്വാസത്തെക്കുറിച്ചുള്ള വിവിധ നിർവചനങ്ങൾ യുക്യാറ്റ് നൽകുന്നുണ്ട്. വിശ്വാസം ദൈവത്തിൽ നിന്നുള്ള സൗജന്യ ദാനമാണെന്നും നിത്യരക്ഷ പ്രാപിക്കണമെങ്കിൽ അത്യാവശ്യമാണെന്നും ഒരു വ്യക്തി ദൈവിക ക്ഷണം സ്വീകരിക്കുമ്പോൾ വിശ്വാസം ആവശ്യമാണെന്നും. യെസ്, ഈ 3 നിർവചനങ്ങളെക്കുറിച്ച് ഒരു വിവരണം ഞാൻ പറയാം. ഒന്ന്, അത് ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം. കാരണം ഞാനൊരു വിശ്വാസി ആയിട്ടേ ഉള്ളൂ എന്ന മട്ടിലങ്ങ് ഇറങ്ങി കയ്യും വീശി ചെന്നാൽ നമുക്ക് വിശ്വാസിയാകാൻ പറ്റിയത്. ദൈവം തന്നെ നമുക്ക് വിശ്വാസം എന്ന ദാനം സൗജന്യമായി തരണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് വിശ്വാസം ലഭിക്കുകയുള്ളൂ അല്ലേ? ഒരാളോടുള്ള സ്നേഹം നമുക്ക് പിടിച്ചു പറിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ലേ? നിങ്ങൾ ആൺപിള്ളേർ പല സ്നേഹവും പിടിച്ചു പറിച്ചെടുക്കാൻ ശ്രമിച്ച് ദയനീയമായി പരാജയപ്പെട്ടു പോയവരുണ്ട്. നിങ്ങൾ ചെമ്പേരി മേഖലയിലല്ല, മറ്റ് ചില മേഖലകളിൽ അങ്ങനെ ഉണ്ടാവാം അല്ലേ? അതായത് സ്നേഹം അങ്ങനെ പിടിച്ചു പറിച്ചെടുക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ.
അതുപോലെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ദാനമായി അത് നൽകപ്പെടും. അങ്ങനെ നൽകപ്പെടുന്നതാണ് വിശ്വാസം എന്ന സത്യം ഓർക്കുക. എന്ന് വിചാരിച്ച് ദൈവം വേണേ തരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഏതൊക്കെയാണ് വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവം വേണേ തരട്ടെ എന്ന് സ്വീകരിക്കാനുള്ള മനസ്സോടെ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ദാഹിക്കുമ്പോൾ ദൈവം വിശ്വാസം എന്ന ദാനം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും. ഉദാഹരണം പറഞ്ഞാൽ 42-ാം സങ്കീർത്തനം ആരംഭിക്കുന്ന എങ്ങനെയാണ്? കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ഒരു മാൻപേട വെള്ളത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുക. വെള്ളം കുടിച്ചിട്ട് 2-3 ദിവസമായി. എവിടെയാണ് വെള്ളമുള്ളതെന്ന് അതിനൊരു പിടിയില്ല. ഈ മാനിൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും പുലിയോ കടുവായോ വന്നതിനെ പിടിക്കാൻ വരുമ്പോഴത്തേക്കും അത് അന്തവും കുന്തവും ഇല്ലാതെ പാഞ്ഞു പോകും. എങ്ങോട്ടാണ് പോയെന്ന് അതിനൊരു പിടിയില്ല. എവിടെയാണ് വെള്ളമുള്ളത്, എവിടെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് എന്നൊന്നും അതിനൊരു പിടിയില്ല. അതിങ്ങനെ ലക്ഷ്യമില്ലാതെ ഓടി. അതിന് പ്രാണരക്ഷാർത്ഥമുള്ള ഓട്ടമാണ്. ഇന്നിടത്തേക്കാണ് ഓടുന്നതെന്നൊന്നും ഒരു ചിന്തയില്ല. അത് അങ്ങ് പാഞ്ഞുപോയി. ദിക്കറിയാത്തൊരു സ്ഥലത്ത് ചെന്നപ്പം പിന്നെ ഇനി വെള്ളം കിട്ടാൻ വഴിയില്ല. എവിടെയാണ് വെള്ളമുള്ളതെന്നൊരു പിടിയില്ല. സങ്കീർത്തകൻ പറയുക, കാട്ടരുവി തേടി നടക്കുന്ന ഒരു മാൻപേട വെള്ളത്തിന് വേണ്ടി എത്രമാത്രം ആഗ്രഹിക്കുന്നു. അതുപോലെ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു അന്വേഷണവും ആ അന്വേഷണത്തിന് ദൈവം നൽകുന്ന സൗജന്യമായ ഉത്തരവുമാണ് വിശ്വാസം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ദൈവം നമ്മളോട് സംസാരിച്ചത് ഗ്രഹിക്കണം എന്നുണ്ട് എങ്കിൽ നമുക്ക് ഈ വിശ്വാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞത് ദൈവമാണ്, അത് സത്യമാണ് എന്ന് നമുക്ക് ബോധ്യം വരുള്ളൂ. അല്ലെങ്കിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ വായിച്ചതുപോലെ ഇവിടെയും വായിച്ചു, അല്ലാണ്ട് അതിനകത്തൊന്നും നമുക്ക് തോന്നിയത്. പറഞ്ഞത് ദൈവമാണ് എന്നും ആ വചനം സത്യമാണ് എന്നും ചിന്തിക്കണമെങ്കിൽ ആമോസിൻ്റെ പ്രവചനത്തിൽ ആവർത്തിക്കുന്ന ഒരു വചനമുണ്ട്. വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വചനമാണ്. ആമോസ് പറയുകയാണ്, സിംഹം ഗർജിച്ചു, ആർക്ക് അവഗണിക്കാൻ പറ്റും? ഇല്ലേ? ഇപ്പം ഈ സ്റ്റുഡിയോയിലേക്ക് ഒരു സിംഹം അങ്ങ് കയറി വന്നിട്ട് ഒറ്റ ഗർജനം, നിങ്ങൾ എന്നാ ചെയ്യും? ഓ സിംഹമല്ലേ, സാരമില്ല എന്ന് വിചാരിച്ചിരിക്കുമോ? ഇല്ല. ഇവരും നിങ്ങൾ മാത്രമല്ല, ഈ ക്യാമറാമാൻമാരും പ്രൊഡ്യൂസറും അടക്കം എല്ലാവരും ഈ 2-ാം നിലയിൽ നിന്ന് എടുത്ത് താഴോട്ടിയാണ്. അത്രയ്ക്ക് പേടിയാ സിംഹം. അതാണ് സത്യം. സിംഹം ഗർജിച്ചു, ആർക്ക് അവഗണിക്കാൻ പറ്റും? ദൈവം വിളിച്ചു, ആർക്കാണ് അതിനെ അവഗണിക്കാൻ പറ്റുക? അതാണ് ഈ യുവജന മതബോധന ഗ്രന്ഥം പറയുക, ദൈവീകമായ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ വിളിയെ തിരിച്ചറിയാൻ നമുക്ക് വിശ്വാസം ആവശ്യം. യെസ്. വേറെ ഏത് നിർവചനം അതിനകത്തുള്ളത്? വിശ്വാസം സജീവ സ്നേഹത്തിലേക്ക് നയിക്കണമെന്നും ദൈവത്തിൻ്റെ വചനം കൂടുതൽ ശ്രദ്ധാപൂർവം കേൾക്കുമ്പോഴാണ് വിശ്വാസത്തിൽ വളരുന്നതെന്നും സ്വർഗത്തിലെ സന്തോഷത്തിൻ്റെ മുന്നാസ്വാദനമാണ് ഇപ്പോൾ വിശ്വാസം നമുക്ക് നൽകുന്നതെന്നുമാണ് മറ്റ് നിർവചനങ്ങൾ പറയുന്നത്. യെസ്. അതായത് വിശ്വാസത്തിൻ്റെ ഒരു വലിയ മാനമാണ് ഇവിടെ മറ്റൊന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ പരമമായും വിശ്വസിക്കുന്നത്? നമ്മൾ പരീക്ഷ ജയിക്കും എന്നുള്ളതാണോ നമ്മുടെ പരമമായ വിശ്വാസം? ഇപ്പം ആരായിരുന്നു ഇവിടെ CA പഠിച്ചുകൊണ്ടിരുന്നേ? ഞാനാ പിതാവേ. എന്നായിരുന്നു പേര്? നോയൽ. നോയല് CAക്ക് ഇന്റർ ജയിക്കുമെന്നും അവസാനം മുഴുവൻ പരീക്ഷയും ജയിക്കും എന്നും നോയലിന് ഒരു വിശ്വാസമുണ്ട്. ഉണ്ട്. പിന്നെ ഒരു ഉറപ്പില്ലാത്ത പോലെ നോയല് ജയിക്കുകയല്ലേ? ഉണ്ട് പിതാവേ. ജയിക്കും, മിടുക്കൻ. അത് പക്ഷേ നമ്മുടെ ആ ഒരു വിശ്വാസമല്ല നമ്മുടെ പരമമായ വിശ്വാസം. പരമമായ വിശ്വാസം ഏതാണ്? നമ്മൾ സ്വർഗത്തിൽ പോകും, ദൈവത്തെ മുഖാമുഖം കാണും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ആഴമുള്ള ഉള്ളടക്കം എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല. നിങ്ങൾ സ്നേഹിച്ച ആളെ കല്യാണം കഴിക്കൂ, അത് വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അത് സംഭവിക്കും. അതല്ല നമ്മുടെ പരമമായ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താണ്? സ്വർഗത്തിൽ പോവോ ഇല്ലയോ എന്ന്. ഇല്ലേ? ഒരാൾ വൈദികനായോ മെത്രാനായോ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചോ, ഇതൊന്നുമല്ല പരമമായ ചോദ്യം. വിശ്വാസത്തിൻ്റെ പരമമായ ഉള്ളടക്കം എന്താണ്? സ്വർഗത്തിലെത്തുക, ദൈവത്തെ മുഖാമുഖം കാണുക,
ദൈവീക സ്നേഹ ഐക്യത്തിലായിരിക്കുക. അതിനെനിക്ക് കഴിയും എന്ന ബോധ്യം, അതാണ് വിശ്വാസത്തിൻ്റെ പരമമായ ഉള്ളടക്കം. അല്ലേ? സ്വർഗമുണ്ടോ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന് വിശ്വാസം ഉണ്ടെന്ന് പറയാൻ പറ്റിയല്ല. വിശ്വാസം എന്നത് ആത്യന്തികമായി ഈ ഒരു മരണാനന്തര ജീവിതം, സ്വർഗം, ദൈവൈക്യം, അതേക്കുറിച്ചുള്ള ഉത്തമ ബോധ്യമാണ്. അതുള്ളവർക്ക് മാത്രമേ ശരിക്കും വിശ്വാസികൾ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിൽ പലരും വിശ്വാസികളാണോ അല്ലയോ എന്ന് ഓരോരുത്തർക്കും ആത്മശോധന ചെയ്ത് കണ്ടെത്തും. യെസ്. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ വിവിധ നിർവചനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഇത്രയും ദീർഘമായ നിർവചനങ്ങൾ എന്നാണ് എലീശോ ചോദിച്ചത്, അല്ലേ? ഇത്രയും ദീർഘമായ നിർവചനങ്ങൾ എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഈ വിശ്വാസത്തിൻ്റെ വിവിധ മാനങ്ങളെയാണ് ഈ ഓരോ നിർവചനങ്ങളും നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നത്. പിതാവേ, ഈ ചോദ്യത്തോട് ചേർത്ത് ഒരു ചോദ്യം ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചോദിച്ചോളട്ടെ? തീർച്ചയായും. പണ്ട് മതബോധന ക്ലാസ്സുകളിൽ പഠിച്ച ഒരു ഓർമ്മ വെച്ച് വിശ്വാസം എന്നത് കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവും പ്രതീക്ഷിക്കുന്നത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുമാകുന്നു. എന്നാൽ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ പലരും വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ശരിക്കും ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എങ്ങനെയായിരിക്കണം നാം വിശ്വസിക്കേണ്ടത്? ഒരു കാര്യം നമ്മൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണോ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ നോക്കിക്കാണേണ്ടത്? യെസ്. ആ ഒരു ചോദ്യം നമ്മൾ ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിന് കൊടുക്കുന്ന നിർവചനമാണത്. കാണപ്പെടാത്തവ ഉണ്ട് എന്നും. സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല, ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നവയുണ്ട് എന്ന്. പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പാണ് വിശ്വാസം. പ്രത്യാശിക്കുന്ന ഏതാണ്? സ്വർഗം. അതാണ് പ്രത്യാശിക്കുന്നത്. ആ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്, അല്ലേ? ഞാൻ ക്രിസ്തുമസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി എടുത്തു, അല്ലേ? എത്രയായിരുന്നു അതിൻ്റെ ഒന്നാം സമ്മാനം? 25 കോടി. 25 കോടി രൂപ. ഭയങ്കര പ്രലോഭനം ഉണ്ടാക്കുന്നൊരു സമ്മാനത്തുക, അല്ലേ? നിങ്ങളിൽ പലരും ഇല്ലാത്ത കാശ് ഉണ്ടാക്കി ആ ലോട്ടറി എടുത്തിട്ടുള്ള മിടുക്കന്മാരിൽ കൂടെ കാണും, അല്ലേ? എന്നിട്ട് നിങ്ങൾ ഭയങ്കര പ്രത്യാശയോടെ ഇരിക്കുക, എൻ്റെ കർത്താവായ ഈശോ എൻ്റെ ദൈവമാണ്, അതുകൊണ്ട് ഈ ലോട്ടറി എനിക്ക് ഈശോ തരും എന്നുള്ള പ്രത്യാശയോടെ ഇരുന്നു. ലോട്ടറിയുടെ റിസൾട്ട് വന്നു, വേറെ ആമ്പിള്ളേർക്ക് ലോട്ടറി കിട്ടി, നമ്മളുടെ പൈസ പോയി, അല്ലേ? ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാം. പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന് പറയുമ്പോൾ എന്താണ് നീ യഥാർത്ഥത്തിൽ പ്രത്യാശിക്കേണ്ടത് എന്നുകൂടി തിരുവചനം പറയുന്നുണ്ട്. ഏതാണ് പ്രത്യാശിക്കേണ്ടത്? ദൈവത്തെയാണ് പ്രത്യാശിക്കാൻ. ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നും ദൈവം എന്നെ വഴി നടത്തുമെന്നും ഞാൻ ദൈവത്തിൽ എത്തിച്ചേരേണ്ടവനാണെന്നും സ്വർഗമാണ് എൻ്റെ പരമലക്ഷ്യം. ആ ഒരു പ്രത്യാശയെക്കുറിച്ചാണ് അവിടെ വചനം പറയുക. അല്ലാതെ നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളെ പ്രതി നമ്മൾ പലതും ആഗ്രഹിക്കും. നമ്മുടെ സ്വാർത്ഥതയാണ് അത്, പ്രത്യാശയല്ല, അത് കേവലം സ്വാർത്ഥതയാണ്, അല്ലേ? ന്യൂ ഇയർ ബമ്പർ ലോട്ടറി എനിക്ക് അടിക്കണം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന പ്രത്യാശയല്ല, അതെൻ്റെ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ജനിക്കുന്ന കേവലം സ്വാർത്ഥതയാണ്. അത് ദൈവത്തിൻ്റെ പ്രത്യാശയായിട്ട് അതിനെ പരിഗണിക്കാൻ പറ്റിയത്, അല്ലേ? അതുകൊണ്ട് ഈ പ്രത്യാശിക്കാത്തത് ലഭിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യൻ വിശ്വാസം ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് അവന് വിശ്വാസം ഇല്ലായിരുന്നു. വിശ്വാസമുണ്ട് എങ്കിൽ അവൻ്റെ പ്രത്യാശ യഥാർത്ഥത്തിൽ ദൈവത്തിലാകുക. ദൈവമേ, എനിക്ക് നിന്നെ മാത്രം മതി. അക്വീനാസ് പുണ്യാളൻ്റെ മുമ്പിൽ ഈശോ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അക്വീനാസ് പുണ്യാളനോട് ചോദിച്ചു, അക്വീനാസെ, നീ എന്നെക്കുറിച്ച് എഴുതിയതൊക്കെ എത്രയോ സുന്ദരമാണ്, നിനക്ക് നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം, ചോദിച്ചോളാം. ഉടനെ അക്വീനാസ് പുണ്യാളൻ പറഞ്ഞ ഒരു സുന്ദരമായ മറുപടിയുണ്ട്, ഡോമിനെ നോൺ നിസീത്തേ എന്ന്. കർത്താവെ, നിന്നെ അല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. സത്യത്തിൽ വിശ്വാസത്തിൻ്റെ ആഴം നമ്മുടെ പ്രത്യാശയുടെ ഉള്ളടക്കം നിർവചിക്കുന്നു, അത് ദൈവമാണ്. ആ ഒരു തിരിച്ചറിവാണ് സത്യത്തിൽ ഇവിടെ പ്രധാനപ്പെട്ടത്. പലപ്പോഴും നമ്മൾ
ഓരോ കാര്യം ആവശ്യമില്ലാതെ സ്വാർത്ഥതയിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ചിലത് അഹന്തയിൽ നിന്നാണ്, ചിലർ അസൂയയിൽ നിന്നാണ്. ദൈവമേ, അവൻ വീണ് കാലൊടിഞ്ഞു പോകണം, അല്ലെങ്കിൽ അവൻ ആയുസ്സെത്താതെ മരിച്ചു പോകണം എന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അത് നടന്നില്ല എന്ന് വിചാരിച്ച് ദൈവത്തെ കുറ്റം പറയാൻ പറ്റും? ഇല്ല. നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് ഓരോരുത്തർ മനുഷ്യർ വ്യത്യസ്തമായി ആഗ്രഹിക്കുന്നു. ഇപ്പം മഴ പെയ്യരുതേ എന്ന് കർഷകൻ ആഗ്രഹിക്കുമ്പോൾ കപ്പ വാട്ടിയിട്ട ചേട്ടൻ വിചാരിക്കും, എൻ്റെ ദൈവമേ 2 ദിവസം കൂടെ കഴിഞ്ഞേ മഴ പെയ്യാവുള്ളൂ എന്ന്. അല്ലേ? ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് പ്രത്യാശയുടെ ഉള്ളടക്കം ദൈവമാണ് എന്ന യഥാർത്ഥ ബോധ്യം നമുക്ക് വേണം. നന്ദി പിതാവേ. ഹെബ്രായ ലേഖനത്തിൽ നിന്നുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള നിർവചനം ലളിതമായി പറഞ്ഞു തന്ന അഭിനന്ദ പിതാവിന് നന്ദി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ജോയലാണ്. ജോയൽ, പിതാവിനോട് ചോദ്യം ചോദിക്കാം. യൂക്യാറ്റ് പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ വിശ്വാസത്തിൽ സഞ്ചരിക്കുക എന്ന ഒരു പ്രയോഗം കാണാനിടയായി. വിശ്വാസത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണോ എന്ന് പറഞ്ഞു തരാമോ? യെസ്, വിശ്വാസത്തിൽ സഞ്ചരിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ജോയലിന് സംശയം. അല്ലേ? ജോയൽ എന്നാ ചെയ്യുന്നേ? ഞാൻ DLED കോഴ്സ് കഴിഞ്ഞ് നിൽക്കുവാണ്. വെരി ഗുഡ്. ഉടനെ അതിന് പറ്റിയൊരു ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ, ജോയലിൻ്റെ ചോദ്യം എന്താണ്? സഞ്ചരിക്കുക, വിശ്വാസത്തിൽ സഞ്ചരിക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. യെസ്, എന്താണ് അതിൻ്റെ അർത്ഥം? വിശ്വാസം എന്ന് പറയുന്നത് ഒരു നിമിഷാർത്ഥം കൊണ്ട് നമ്മളിൽ നിറയുന്നൊരു കാര്യമൊന്നുമില്ല. വിശ്വാസം എന്നത് ഇറ്റ് ഈസ് എ ലോങ് ജേർണി, ഒരു ദീർഘമായ യാത്രയാണ്. നമ്മൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ ദൈവം നമ്മിൽ വിശ്വാസത്തെ നിക്ഷേപിച്ചു. പക്ഷേ നമ്മൾ ജീവിതത്തിൻ്റെ നിരന്തരമായ വഴിത്താരകളിലൂടെയാണ് വിശ്വാസത്തിൻ്റെ വിവിധ മാനങ്ങളെ സ്വായത്തമാക്കുന്നത്. അല്ലേ? നിങ്ങൾ വേദപാഠ ക്ലാസ്സിൽ വിശ്വാസത്തിൻ്റെ കുറേ ആശയങ്ങൾ പഠിച്ചു. ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ വിശ്വാസത്തിൽ മറ്റൊരു യാത്ര നിങ്ങൾ ആരംഭിച്ചു, ദിവ്യകാരുണ്യ ഈശോയോടൊത്തുള്ള യാത്ര. നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ മറ്റൊരു മാനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ദൈവം തന്ന ജീവിത പങ്കാളി, ആ ജീവിത പങ്കാളിയോടൊത്തുള്ള ജീവിതം, അതിൻ്റെ അനിശ്ചിതത്വങ്ങളാകാം, സന്തോഷങ്ങളാകാം, സന്താപങ്ങളാകാം, അതേ ദൈവത്തോട് ഒത്തുചേർന്ന് നമ്മൾ ജീവിക്കുന്നു. നിങ്ങൾക്ക് മക്കൾ ഉണ്ടായി കഴിയുമ്പോൾ വിശ്വാസത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ദൈവത്തെ പോലെ നമുക്കും പരിപാലിക്കാൻ ഏതാനും മക്കളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കും. അത് വിശ്വാസത്തിലൂടെ നാം നിർവഹിക്കുന്ന മറ്റൊരു ദൗത്യമാണ്. ഇങ്ങനെ മരണം വരെയും നമ്മൾ വിശ്വാസത്തിൻ്റെ വഴിയിൽ പടിപടിയായി വളരുന്നവരാണ്. ആ വളർച്ചയാണ് വിശ്വാസത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. ആരും വിശ്വാസത്തിൽ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. മറിച്ച് ദൈവത്തെ നാം കാണുന്നത് വരെയും ദൈവത്തിൽ എത്തിച്ചേരുന്നത് വരെയും നമ്മൾ വിശ്വാസത്തിൻ്റെ വഴിയിൽ നിരന്തരം സഞ്ചരിക്കുന്നവരാണ് എന്ന സത്യമാണ് യൂക്യാറ്റ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വിശ്വാസത്തിൽ സഞ്ചരിക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ വിശ്വാസത്തിൻ്റെ എല്ലാ മാനങ്ങളും കണ്ടെത്തിയ ആളൊന്നുമല്ല. ഞാനും വിശ്വാസത്തിൽ ഇനിയും ഏറെ വളരേണ്ട വ്യക്തിയാണ്. എൻ്റെ മരണനിമിഷം വരെയും വിശ്വാസത്തിൽ വളരാൻ ദൈവം എനിക്ക് അവസരം തരികയാണ്. ആ അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. വ്യത്യസ്ത സാഹചര്യങ്ങളും ജീവിതത്തിൽ ചില തിരിച്ചടികളും ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ മുന്നോട്ട് വളരുന്നതിന് പകരം വിശ്വാസം തന്നെ എറിഞ്ഞു കളഞ്ഞേച്ചു പോകും. അത് യാത്ര അവസാനിപ്പിക്കുന്ന മനുഷ്യരുണ്ട്. അല്ലേ? നടന്നു പോകുന്ന വഴിക്ക് ഒരു തടസ്സം കണ്ടു, ഉടനെ തിരിച്ചു പോകും. അങ്ങനെ ആ തടസ്സത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോകും. അതായത് ഒരു തടസ്സം കാണുമ്പോഴത്തേക്ക് നമ്മുടെ വിചാരം എല്ലാം തീർന്നു എന്നാണ്. അല്ല, ആ തടസ്സത്തിനപ്പുറത്തേക്കും നമ്മെ നയിക്കാൻ ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവ്. കുരിശേൽ പിടഞ്ഞു മരിക്കുമ്പോഴും ഈശോ പറയുന്ന എന്താ? പിതാവേ, അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാനിതാ സമർപ്പിക്കും. സത്യത്തിൽ അതാണ് വിശ്വാസം. എല്ലാം പ്രതികൂലമാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഹബക്കൂക്ക് പ്രവാചകന്റെ പ്രവചന ഗ്രന്ഥത്തിലെ വളരെ സുന്ദരമായ വചനം നിങ്ങൾ ഓർക്കുന്നു.
എല്ലാം പ്രതികൂലമാണ്. ആലയിൽ ആടുകൾ അറ്റുപോയാൽ, മുന്തിരി ഫലം തന്നില്ല എങ്കിലും, സർവ്വതും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി സംഭവിക്കുമ്പോഴും ഞാൻ എൻ്റെ സർവേശ്വരൻ്റെ നാമം വിളിക്കും. സത്യത്തിൽ ജോബ് പറയുന്നതാണ്, എൻ്റെ മാംസം അഴുകി അസ്ഥിയോട് ഒട്ടിച്ചേർന്നാൽ അതിനുള്ളിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. സത്യത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിൽ, വൈഷമ്യങ്ങളിൽ, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ ഒരുപാട് വിളിച്ചപേക്ഷിച്ചിട്ടും ഉത്തരം കിട്ടാതെ ദൈവം നിശബ്ദനായോ, ദൈവം എന്നെ കൈവിട്ടോ എന്ന തോന്നലുണ്ടാകുമ്പോഴും ഞാൻ വിശ്വാസത്തിൽ പിന്നോട്ട് പോകുന്നില്ല, മുന്നോട്ട് തന്നെ നീങ്ങണം. അതാണ് വിശ്വാസത്തിൽ നിരന്തരം സഞ്ചരിക്കുക. ഈ സഞ്ചാരം നമ്മൾ ഒറ്റയ്ക്ക് നടത്തുന്നതല്ല, ഈശോ മിശിഹായുടെ കൈ പിടിച്ചുകൊണ്ടാണ് ഈ സഞ്ചാരം നാം നടത്തുന്നത് എന്ന തിരിച്ചറിവും കൂടി ഉണ്ടായിരുന്നു. ക്ലിയറാണ് പിതാവേ, താങ്ക് യു. വിശ്വാസത്തിലുള്ള വളർച്ച, സഞ്ചാരം ഈശോയുടെ കൈപിടിച്ചുള്ള ജീവിതമാണെന്ന് അഭിമന്യ പിതാവ് ലളിതമായി പറഞ്ഞു തന്നു. പിതാവിന് നന്ദി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആൽബിനാണ്. ആൽബിൻ, ചോദ്യം ചോദിക്കാം. പിതാവേ, എൻ്റെ പേര് ആൽബിൻ ജോസ്. ഒരു ക്രൈസ്തവ യുവാവ് എന്ന നിലയിൽ വചനാധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ട പ്രായോഗിക നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാമോ? യെസ് ആൽബിൻ, അത് വളരെ പ്രസക്തമായൊരു ചോദ്യം. നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് കാര്യമില്ല. എങ്ങനെയാണ് നമ്മൾ വചനാധിഷ്ഠിതമായി ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ പ്രായോഗിക വഴികളാണ് ആൽബിൻ ചോദിക്കുന്നത്. വെരി ഗുഡ്. ആൽബിൻ എന്നാ ചെയ്യുന്നത്? ഞാൻ DLED കോഴ്സ് കഴിഞ്ഞു. തുടർന്ന് MSc പഠനത്തിന് വേണ്ടി പോയിരിക്കുന്നു. വെരി ഗുഡ് ആൽബിൻ. ആൽബിനെ പോലെയുള്ള യുവജനങ്ങളാണ് സഭയുടെ കരുത്ത്. നമ്മൾ സത്യത്തെ അന്വേഷിക്കുക. അതാണ് ഈ UCAT-ൻ്റെ സന്ദേശം. അതിന് യുവജനങ്ങളെ, നിങ്ങൾ സത്യത്തെ അന്വേഷിച്ചിറങ്ങും. നിങ്ങളുടെ അന്വേഷണം സത്യസന്ധമാണ് എങ്കിൽ നിങ്ങൾ ഈശോ മിശിഹായിൽ എത്തിച്ചേരും. ഇതാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പായുടെ യുവജനങ്ങളോടുള്ള ആഹ്വാനം. അതുകൊണ്ട് നമ്മൾ ഈശോയിൽ എത്തിച്ചേരും എന്ന ഉറപ്പോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, ആൽബിൻ പറഞ്ഞതുപോലെ എങ്ങനെ നമുക്ക് നല്ല ഒരു വചനബന്ധിയായ ജീവിതം നയിക്കാൻ പറ്റും, വചനാധിഷ്ഠിതമായി എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു കാര്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ആവർത്തിച്ച് പഠിക്കും, അല്ലേ? ഒരു കാര്യം നിങ്ങൾ A+B² സമം A² + 2AB + B². ഇത് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് എത്ര തവണ പറഞ്ഞിട്ട് കാണും? ഒരു 10-25 തവണയിലും പറഞ്ഞിട്ട് കാണും, അല്ലേ? A+B² സമം A² + 2AB + B². ഇങ്ങനെ വിരുവിരാ പറഞ്ഞാണ് പഠിച്ചത്, അല്ലേ? ശരിക്കും അത് മനനം ചെയ്യുക എന്ന് പറയും. മനനം, നമ്മളത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, ഹൃദയസ്ഥമാക്കുക. അത് ആവർത്തനത്തിലൂടെയാണ് ചെയ്യുന്നത്. ദൈവവചനം നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് വായിക്കുക. ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? രണ്ടാമത് വായിച്ച് കേട്ടത് ദൈവത്തിൻ്റെ സ്വരമാണ് എന്ന ബോധ്യത്തോടെ വായിച്ച ആ സന്ദേശത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. മൂന്നാമതായി, ഈ സ്വീകരിച്ച വചനങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വചനങ്ങൾ നമ്മൾ ആവർത്തിച്ച് ഉച്ചരിക്കണം. വചനം ആവർത്തിച്ച് പറയുമ്പോൾ അത് ദൈവീക ശക്തിയാണ്. ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്, ഈശോ മിശിഹാ തന്നെയാണ്. വചനം ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈശോ തന്നെ വന്ന് നിറയുകയാണ്. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. ഇനി ദൈവവചനം വായിക്കുക, അതിനെക്കുറിച്ച് ധ്യാനിക്കുക, കേട്ട വചനത്തെ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വചനങ്ങൾ മനസ്സിൽ സ്വാംശീകരിക്കുക. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഇത്രയും കാലം വേദപാഠം പഠിച്ചു, ഒരു 10 ദൈവവചനം അധ്യായവും വാക്യവും അടക്കം പറയാൻ പറ്റുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ ചോദിക്കാൻ സമയമില്ലാത്തത് കൊണ്ടും നിങ്ങളെല്ലാം വളരെ ജ്ഞാനികളാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടും ഞാൻ ചോദിച്ച് നേരം കളയുന്നില്ല. പക്ഷെ ചോദിച്ചാൽ 10 ദൈവവചനം പറയാം എന്നുറപ്പുള്ളവർ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടും. ഉണ്ട് എന്ന് സധൈര്യം പറയാം
എന്നുള്ളവരൊന്ന് കൈവക്കുക. 10 ദൈവവചനം. അപ്പോൾ മിടുക്കന്മാരാണ് നിങ്ങൾ. 2 പേര് കൈവക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ചോദിക്കുകയില്ലെന്ന് ഉറപ്പ് പറഞ്ഞത് കൊണ്ട് കൈവക്കിയതാണോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. പക്ഷേ നിങ്ങൾ മിടുക്കന്മാർ. യെസ്, വെരി ഗുഡ്. നമ്മൾ ദൈവവചനത്തെ സ്വാംശീകരിച്ചവരാണ് അവർ എന്നാണ് എൻ്റെ അർത്ഥം. ഇനി 4ാമത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ വചനത്തിലേക്ക് തിരിയണം. ഒരു സന്നിഗ്ധാവസ്ഥ ജീവിതത്തിൽ വരും, ഒരു തീരുമാനം എടുക്കാൻ പ്രതിസന്ധി വരുന്ന ഒരു സാഹചര്യം വരുന്നു. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ഒരധ്യായം വായിക്കും. ഒരധ്യായം വായിച്ചിട്ടും നിങ്ങൾക്കൊരു ഉത്തരം കൃത്യമായി തോന്നുന്നില്ല, വീണ്ടും തുടർന്ന് വായിക്കും. അമ്മ ത്രേസ്യ പുണ്യവതി പറയും, 3 അധ്യായം വായിച്ച് തീരുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ നേരിട്ടുള്ള സ്വരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നാണ് വേദപാരംഗതയായ അമ്മ ത്രേസ്യ പറയുന്നത്. ശരിക്കും അത് അനുഭവിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യു ഗോ ഓൺ റീഡിങ്, വായിച്ചുകൊണ്ടേയിരിക്കും. 2-3 അധ്യായങ്ങൾ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായും ദൈവത്തിൻ്റെ സ്വരം കേൾക്കും. ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ കൃത്യമായ ഉത്തരം വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. കാരണം വചനം വായിക്കുമ്പോൾ നിങ്ങളൊരു പുസ്തകം വായിക്കുമല്ല, നിങ്ങൾ ദൈവവുമായി നേരിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് ഈ വചനം വായിക്കുമ്പോഴെന്ന് സത്യം ഓർക്കും. അതാണ് ഈ വചനത്തിൻ്റെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത്. വീണ്ടും വചനം നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഇല്ലേ? വചനം നമുക്ക് തരുന്നത് തിരുസഭയാണ്. വചനാധിഷ്ഠിതമായ ജീവിതം എന്ന് പറയുന്നത് ഈ പുസ്തകം മാത്രം വായിക്കുകയല്ല. ഈ പുസ്തകം നമുക്ക് തരുന്ന വലിയ ചില ദിശാബോധങ്ങളുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. വചനം നമുക്ക് തരുന്നൊരു ഉറപ്പാണ്. അപ്പോൾ വചനാധിഷ്ഠിതം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കുക എന്നർത്ഥമുണ്ട്. വചനം നമുക്ക് തരുന്നൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപം ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെട്ടിരിക്കും. കുമ്പസാരത്തെക്കുറിച്ച് തിരുവചനം തരുന്നു. എൻ്റെ പാപങ്ങൾ മോചിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ? അതിന് വചനം തരുന്ന മാർഗമാണ് പരിശുദ്ധ കുമ്പസാരം. അതുകൊണ്ട് വചനബദ്ധമായ ജീവിതം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. തിരുസഭ നമുക്ക് തരുന്ന എല്ലാ പ്രബോധനങ്ങളെയും ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളത് വചനാധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ ലക്ഷണമാണ്. ചില മനുഷ്യരുണ്ട് ഇങ്ങനെ കൃത്യമായി ദശാംശം കൊടുക്കുന്നു. അവർ കൂലിപ്പണിക്ക് പോകുന്ന മനുഷ്യരാകാം. അങ്ങനെയുള്ള മനുഷ്യരെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കൂലിപ്പണിക്ക് പോകുന്നവരാണ്. ആഴ്ചയിൽ 5 ദിവസത്തെ പണിയേ പോയുള്ളൂ. 2 ദിവസം അവർക്ക് പണി, ഞായറാഴ്ച പോകുന്നില്ല, ഒരു ദിവസം പണിയില്ല. എന്നാൽ പോലും 5 ദിവസം പണിക്ക് പോയിട്ട് അവർക്ക് 2500 രൂപ കിട്ടി. അതിൻ്റെ ദശാംശം 250 രൂപ കൊണ്ടുവന്നു ദൈവത്തിന് സമർപ്പിച്ചാലേ അവർക്ക് തൃപ്തി വരുള്ളൂ. അങ്ങനത്തെ മനുഷ്യരുണ്ട്. ഇപ്പം ബുദ്ധിമുട്ടല്ലേ, ഇപ്പം അത് എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് വർഷാവസാനം വല്ലതും കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയപ്പോൾ അവർ ചെയ്യുക അല്ല, ഇത് കൊടുത്താലേ ഞങ്ങൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരാവും. അങ്ങനെ പറയുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിൽ വെച്ചടി കയറ്റം ഉണ്ടാകുന്നു. കാരണം എന്താണ്? അവർ വചനമനുസരിച്ച് ജീവിക്കുന്നവർ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, കർത്താവേ നിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവൻ ഇന്നോളം ലജ്ജിച്ചതായി എൻ്റെ ജീവിതകാലത്ത് ഞാൻ കേട്ടിട്ടില്ല എന്ന്. അല്ലേ? യെസ്, അങ്ങനെ വചനബദ്ധമായ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ഞങ്ങളെപ്പോലെയുള്ള യുവജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം ദൂരീകരിച്ച് തന്നതിന് വളരെ സ്നേഹം നിറഞ്ഞ നന്ദി. താങ്ക് യു ആൽവിൻ. ദൈവവചനം വായിക്കാം, സ്വീകരിക്കാം, അവ ഉച്ചരിച്ച് പ്രാർത്ഥിക്കാം എന്ന പ്രായോഗികമായ ആത്മീയ ജീവിതശൈലി പങ്കുവെച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വിശ്വാസത്തെയും ദൈവവചനത്തെയും കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.